1964 അമേരിക്ക ക്യാൻസറിന്റെ പിടിയിൽ പൂർണ്ണമായി പെട്ടുകഴിഞ്ഞിരുന്നു. അന്ന് ഇന്ത്യ ക്യാൻസറിന്റെ പിടിയിൽ പെട്ടിട്ടില്ല. 1969 പ്രസിദ്ധനായ റിച്ചാർഡ് നിക്സൺ 74 ലക്ഷ്യം വെച്ച് ക്യാൻസർ ഭൂമുഖത്ത് ഇല്ലാതാക്കാൻ നമുക്ക് കഴിയണമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. ഗവേഷണവും തുടങ്ങി. 1974 അമേരിക്കയുടെ 200ാം ജന്മദിനമാണ്. ലക്ഷ്യം സാക്ഷാത്കരിച്ചില്ല. ക്യാൻസർ അതിന്റെ കോശവിഭജനം തുടർന്നു. മറിച്ച് ഇന്ത്യയിൽ ഒരു സ്ത്രീ ബ്രസ്റ്റിൽ ഒരു ചെറിയ മുഴ കണ്ടാൽ അവളുടെ അമ്മയോട് പറയുമ്പോൾ തന്നെ മോളെ ചുക്ക് മോരിലരച്ച് തോരത്തോരെ പരട്ട്, അതങ്ങ് വറ്റിപ്പോവും, ഇല്ലെങ്കിൽ അങ്ങ് പൊട്ടിപ്പോവും. ഇത്രയേ ഉള്ളൂ കാര്യം. എത്ര എളുപ്പത്തിൽ കാര്യം തീർന്നു. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വരുത്തിവെക്കുന്നതാണ് സർവിക്സിലെ ക്യാൻസർ, ഈസോഫേഗസിലെ ക്യാൻസർ, വൈറൽ ക്യാൻസറാണ്. കേരളത്തിൽ മിക്കവാറും എല്ലാ വീടുകളിലും വിശേഷ അവസരങ്ങളിൽ പനയുടെ നൂറും കൂവയുടെ നൂറും ധാരാളമായി ഉപയോഗിച്ചിരുന്നു. പനയുടെ നൂറിൽ നിന്നാണ് ചൗവരി ഉണ്ടാക്കിയിരുന്നത് തന്നെ. എനിക്ക് തെറ്റിയോ? ഇല്ല. ഇപ്പൊ കപ്പയിൽ നിന്നാണ്. പണ്ട് പനയുടെ നൂറിൽ നിന്നാണ്. പെര കിട്ടുന്ന കുടപ്പന എന്ന് പറയുന്ന ഒരു പനയുണ്ട്. അതിന്റെ കുടം വരുന്നതിന് മുമ്പ് കുറുകൂമ്പുണ്ടാകുമ്പോൾ ആ പന വെട്ടും. പഴയ ആളുകള് അതിടിച്ച് അതിന്റെ പൊടിയെടുത്തു വെക്കും. അതുകൊണ്ട് അടയുണ്ടാക്കി കഴിക്കും, അതുകൊണ്ട് കുറുക്കുണ്ടാക്കി കഴിക്കും. കൂവയുടെ നൂറെടുത്തു വെക്കും. ആ കൂവയുടെ നൂറ് 1 സ്പൂണും 2 പൂവൻ പഴവും 1 പിടി മുന്തിരിങ്ങയും 1 പിടി നിലമ്പരണ്ടയും 1 ടീസ്പൂൺ നിലപ്പനക്കിഴങ്ങും 2 സ്പൂൺ പഞ്ചസാരയും 2 സ്പൂൺ തേനും ഒരുമിച്ച് അരച്ച് യോജിപ്പിച്ച് സ്ത്രീകൾ കഴിക്കുമ്പോൾ പാപ്പിലോമ വൈറസും അസ്ഥിയുരുക്കവും വെള്ളപോക്കും എല്ലാം ഒറ്റയടിക്ക് മാറിയിരുന്നു. സ്ത്രീകളോട് പ്രത്യേകം അമ്മമാർ പറഞ്ഞിരുന്നു, ആർത്തവ സമയങ്ങളിലും മറ്റും ശുചിത്വം കൂടുതൽ പാലിക്കണം. നല്ല വെളുത്ത കോട്ടൺ തുണി നന്നായി പുഴുങ്ങി അലക്കി വെച്ച് ഉപയോഗിക്കണം. ഒരു നാപ്കിൻ ഉപയോഗിക്കുമ്പോൾ പ്ലാസ്റ്റിക്കിനകത്ത ബ്ലഡ് നിന്ന് വൈറൽ കോളനി തന്നെ ഉണ്ടാവും. വിവരാവകാശമുള്ള കാലമാണ്. കൊല്ലം മുതൽ തിരുവനന്തപുരം വരെ RCC 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ കൃഷ്ണൻ നായരുടെ കീഴിൽ പല ജാതിയിൽ, പല മതത്തിൽ, പല പ്രായത്തിലുള്ള സ്ത്രീകളിൽ സർവിക്സ് സ്മിയർ പരിശോധിച്ചിട്ടുണ്ട്. പാപ് സ്മിയർ 100% HPV ഉണ്ടായിരുന്നു. 100%. ഒരു സ്ത്രീയും അതിൽ നിന്ന് മോചനം നേടിയിരുന്നില്ല. HPV വൈറസ് സർവിക്സിലുള്ള ഒരു സ്ത്രീയിൽ നിന്ന് പുരുഷൻ എത്ര സ്ഥലങ്ങളിലേക്ക് ആ വൈറസ് കൊണ്ടുപോകാം? ആധുനിക ജീവിത രീതിയും കൂടെ വെച്ച്. അപ്പൊ ജീവിത രീതിയെ നാം ഇന്നത്തെ നിലയിൽ കൊണ്ടുപോയിട്ട് ആരോഗ്യമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുമോ എന്നും വിശ്വാസത്തെ മാത്രം പിടിക്കാതെ പ്രാചീനതയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ജീവിച്ചപ്പോൾ എന്തെങ്കിലും അടിസ്ഥാനാശയം നന്മയുള്ളതുണ്ടെങ്കിൽ
ടൂറിസത്തിനെന്ന് പറഞ്ഞ് സായിപ്പും മദാമ്മയും വന്ന് ഇവിടെ കറങ്ങി അത്തരം ചിന്തകൾ അവിടെ കൊണ്ടുപോയി ഇന്ത്യക്കാരായ ഗവേഷക പ്രമാണിമാരെ ഇരുത്തി ആ ഔഷധ സസ്യങ്ങളുടെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ കണ്ടെത്തി അവരതിനെ മോളിക്യുലർ ഫോമിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ആ ആക്റ്റീവ് പ്രിൻസിപ്പിളിൽ നിന്ന് അതിന്റെ ആറ്റമിക് കൺസ്ട്രക്ഷനിൽ നിന്ന് വീണ്ടും ഓർഗാനിക് കെമിസ്ട്രി ഉപയോഗിച്ച് സിന്തറ്റിക് മരുന്നുകൾ കണ്ടെത്തി അവ വലിയ വിലയ്ക്ക് കൊണ്ടുപോയി തരുമ്പോൾ നിങ്ങളുടെ പ്രാചീന അറിവുകളാണ് നിങ്ങൾ ശേഖരിക്കാതെയും പഠിക്കാതെയും ഉപയോഗിക്കാതെയും വ്യാവസായികമായി രാഷ്ട്രത്തെ വളർത്താതെയും അന്യർക്ക് കൊടുത്തതും വളർത്തിയതും എങ്കിൽ അവിടെ വിദ്യാഭ്യാസം ധനച്ചെലവുള്ളതാണ്. ഇവിടെ വിദ്യാഭ്യാസം ചെലവ് കുറഞ്ഞതാണ്. അവിടെ ഔഷധങ്ങളുടെ ഉപയോഗ പാരമ്പര്യങ്ങളില്ല. ഈസ്റ്റേൺ കൾച്ചറിൽ ഇന്ത്യയിലും ചൈനയിലും ഫിലിപ്പൈൻസിലും ജപ്പാനിലും റഷ്യയിലും പ്രാചീന ജീവിതത്തിന്റെ അംഗതലങ്ങളിൽ ആയിരം ഔഷധക്കൂട്ടുകളുടെ പ്രയോഗ സവിശേഷതകൾ നൂറ്റാണ്ടുകളോളം പരീക്ഷിച്ചറിഞ്ഞ് അനുഭവിച്ചവയുണ്ട്. ഒരു കുസൃതി കൂടെ ഞാൻ ഇടയ്ക്ക് പറയാം, വേണ്ടാന്ന് വിചാരിച്ചതാണ്. എന്നിരുന്നാലും നിങ്ങളിൽ പലരും ഒരു 10 കൊല്ലം എണ്ണ തേച്ചാൽ ആധുനികർ നിങ്ങളെ കളിയാക്കുമായിരുന്നു. ക്ഷീരബലയോ വല്ലതും എടുത്ത് 2 തുള്ളി മൂക്കിലൊഴിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് നൂറ്റാണ്ടിന്റെ അന്ധവിശ്വാസത്തിൽ ജീവിക്കുന്നു എന്ന് ചോദിക്കുമായിരുന്നു. കണ്ണിൽ അഞ്ജനമെഴുതിയും മൂക്കിലൊഴിച്ചും കാലിന്റെ വെള്ളയിൽ പരട്ടിയും നടക്കുമ്പോൾ ഒരു സമയത്ത് ശാസ്ത്രം ഉദ്ധരിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചവരെ കളിയാക്കിയതും നിന്ദിച്ചതും നിങ്ങൾ ചെയ്യുമ്പോൾ ശാസ്ത്രമാവുകയും അവർ ചെയ്തപ്പോൾ അശാസ്ത്രീയമാവുകയും ചെയ്യുന്നുവെങ്കിൽ ഈ ടെക്നോളജിയുടെ വികാസത്തിൽ പ്രാചീനൻ ഉപയോഗിച്ച ഈ രീതിയായിരിക്കുമോ അവർക്ക് മാർഗദർശനം ചെയ്തത്? ആണെങ്കിൽ അത് വളർന്നു വന്ന രാജ്യത്തിന് അത് ധനമായി മാറ്റിയെടുക്കാൻ കഴിയാതെ വന്ന് അവന്റെ രാജ്യത്ത് വിളഞ്ഞത് അന്യരാജ്യം കൊണ്ടുപോയി ഉപയോഗിക്കുമ്പോഴെങ്കിലും നിങ്ങൾ ഉണരേണ്ട സമയമായി.